വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഗോയിങ് ഗേളിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾ ഈ വീഡിയോ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി സ്കൂളിൽ പോകുന്നവരായിരിക്കുമല്ലോ. ഞാനൊരു 90s കിഡാണ്. പക്ഷെ നമ്മുടെ കാലത്തൊന്നും ഈ സ്കൂളിൽ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യണ ഒരു പരിപാടി ഇല്ല. കാര്യം എന്താ വെച്ചാൽ അവിടെ ചെന്നിട്ട് കണ്ണ് എഴുതിയിട്ടാണ് പോണത്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുവാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇടുകയാണെങ്കിലോ മുടി കെട്ടാതെ പോവുകയാണെങ്കിലും മുടി 2 സൈഡ് പിന്നെയൊക്കെ കെട്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെയൊക്കെ പോകാതാണെങ്കിലോ ഇമ്പോസിഷൻ എഴുതണം, വെളിയിൽ പോയി നിൽക്കണം, പ്രിൻസിപ്പളിനെ പോയി കാണണം. നീ ചെയ്യാൻ പറ്റാതെ ഒക്കെ ചെയ്യാൻ പറ്റണമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ ഒരവസ്ഥ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പാരൻസിനെ അവർ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, താഴെ കോമൻറ്റ് ചെയ്യുന്ന സ്കൂളിൽ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ കാലത്ത് ഇങ്ങനെയുള്ള പണിഷ്മെൻ്റ് ഒക്കെ നമുക്ക് തരും. ഇപ്പോൾ ഇത് ജനിച്ച് വീണ കുട്ടികൾ പോലും ഈ മേക്കപ്പ് എന്നൊക്കെ പറയണത് ഈസി പീസി കാര്യമായിട്ടാണ് അവർ ചെയ്യണത്. സത്യം ഞാൻ അന്ന് ഏതൊരു വീഡിയോ കണ്ടൊരു വലിയ പ്രായമൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ് അത് മേക്കപ്പ് ചെയ്യണത് കാണണം. ഓരോ സാധനമൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ആ കാലത്ത് ഇതിൻ്റെ ഒരു ABCD പോയിട്ട് ഇതിൻ്റെ ഒരു കോമ പോലും അറിയത്തില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമല്ല, അവരൊക്കെ സൂപ്പറാണ്. സത്യം പറയാമല്ലോ, അവരൊക്കെ വലുതാകുമ്പോൾ എന്താവോ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എന്തായിരുന്നു, നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, പിന്നെ വളർന്നു വരുന്ന ഒരു പ്രായം, ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പ്രായം, അങ്ങനെയുള്ളൊരു സ്റ്റേജായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. ഏത് കാര്യം എടുത്താലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടായിരിക്കും, അത് സമ്മതിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ട് പോകാറില്ല, എന്നാൽ നല്ല ഗ്രൂംഡ് ലുക്കായിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നൽകാൻ പറയിൽ ഹായ്, എൻ്റെ പേര് പാർവതി. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ 2 സൈഡിൽ ഞാൻ മുടി പിന്നി കെട്ടിയിടാനായിട്ട് നോക്കി, പക്ഷേ നല്ല ഊള ലുക്കായതുകൊണ്ട് ഞാൻ നേരെ പോണിട്ടയിലോട്ട് പോയി. കാര്യം കുറച്ച് പ്രായമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ 2 സൈഡിൽ മുടി പിന്നി കെട്ടിയിടുമ്പോൾ എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ പോണിട്ടയിൽ തന്നെ കെട്ടാതെ. എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസേഷൻ ചെയ്യാമെന്നുള്ളതാണ്. സാധാരണ ടീനേജ് സ്കിൻ കെയറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം ചെയ്യുക. ഫേസ് ക്ലെൻസിങ് ചെയ്യുക, നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഈ 2 സ്റ്റെപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിംപിളിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയൊരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ നിങ്ങളൊരു ടീനേജർ ആണല്ലോ, ഈ വീഡിയോ കാണുന്ന ഒരു ടീനേജേഴ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രാൻഡാണ് സിമ്പിൾ എന്ന് പറയുന്നത്. വലിയ മണോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കിട്ടുന്നുണ്ട്. വില വന്നിട്ട് 465 റുപ്പീസാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മേടിച്ച് കഴിഞ്ഞാൽ 300 സംതിങ്ങിനൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഓയിലി സ്കിന്നിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫാസ്റ്റ് അബ്സോർബിങ് എന്നാണ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസേഴ്സ് നോർമലി യൂസ് ചെയ്യണത് ഓയിലി സ്കിന്നുകാരാണ്. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ഏത് സ്കിന്നിനാണ് പ്രോഡക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പം അതാദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ വേണ്ട എന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണയാണ്. ആ ധാരണ അങ്ങ് മാറ്റുക. ഓയിലി സ്കിന്നുകാർക്കും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്ത് ഹെവി ക്രീംസ് ഒന്നും എടുത്ത് അപ്ലൈ ചെയ്യരുത്, എങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് മാറും. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൽ ടൈപ്പ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓക്കെ, ഏത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് എപ്പോഴും പോകാനായിട്ട്. പിന്നെ രാവിലെ എണീക്കണമല്ലോ ഒരു നേരത്താണ്, പിന്നെയാണ് ഇനി സ്കൂളിൽ പോകാൻ വേണ്ടി ലേറ്റും ആയ എൻ്റെ ഇടയ്ക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ടൊക്കെ പോയി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു തരും, നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക. അതായത് നമ്മൾ ഇപ്പം മേക്കപ്പ് നോർമലി ചെയ്യുമ്പോഴത്തേക്കും സ്കിൻ കെയറിൽ എസ്പെഷ്യലി ഓരോ സാധനവും അതിനെ അബ്സോർബ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. അത് സെറ്റ് ആവുന്ന ടൈം കൊടുത്തതിന് ശേഷം ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്
പോകാനായിട്ട്. ഓക്കെ, ഇനി ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും കൊണ്ട് നടക്കാം ലിപ് ബാം. ഇപ്പം പെട്ടെന്ന് ഡ്രൈ ആവണം തോന്നുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ സ്കൂളിൽ പോണത് കൊണ്ട് ലിപ് ബാം യൂസ് ചെയ്ത് കൂടാ എന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിൽ വെച്ചേക്കാം ഒരു ലിപ് ബാം. അപ്പോൾ ഇത് വന്നിട്ട് ബോഡി ഷോപ്പിൻ്റെ ഒരു ലിപ് ബാമാണ്. നല്ലൊരു ലിപ് ബാമാണ്, അടിപൊളിയാണ്. ഇത് ഫോർ ഡ്രൈ ലിപ്സ് ഇൻറ്റൻസ്ലി നറിഷിങ് വീഗൻ പ്രോഡക്റ്റ് ആണ്. ലിപ് ബട്ടർ ആണ്, ബോഡി ഷോപ്പിൻ്റെ. ചിലക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ സ്കൂളിൽ പോകാനുള്ള മേക്കപ്പ്. ഒന്നുമില്ല, സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പോണവരുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ പാക്കിങ് കൂടെ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിപ്പം നിങ്ങൾക്കൊരു ബ്രൈറ്റ്നെസ് വേണം, ഒരു ചെറിയൊരു ഇതൊക്കെ കവറേജ് രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ടിൻറ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സ്കൂളിൽ പോകണമെങ്കിലും ഓഫീസിൽ പോകണമെങ്കിലും ഡേ ടൈമിൽ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ്. അത് ഏത് വെതർ ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പം 2-3 പ്രോഡക്റ്റ് യൂസ് ചെയ്യണതിന് പകരം നിങ്ങൾക്ക് ഒരൊറ്റ പ്രോഡക്റ്റിൽ തീർക്കാം. ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നെസ്സും കിട്ടും, എന്നാൽ സ്കിൻ കെയറുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനായിട്ട് തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു കവറേജിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു BB ക്രീമോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ലൈക്ക് ഒരുപാട് യൂസ് ചെയ്യാനല്ല, ചെറിയ ഡ്രോപ്പ് ഓഫ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ടിൻറ്റഡ് സൺസ്ക്രീനിൻ്റെ സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ BB ക്രീം CC ക്രീമിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീനാണ്. സൺസ്ക്രീനിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പ്യോർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. നല്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് മേക്കപ്പിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി ഒരു സൺസ്ക്രീനാണ്. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഞാനൊരു എന്താ പറയുക, ഒരു ഈവനിങ് ടൈമിലാണ് ഈ മേക്കപ്പ് ചെയ്യണത്. അപ്പം വെറുതെ പ്രോഡക്റ്റ് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചെടുത്ത് കാണിക്കണേ. ശരിക്കും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ 2 ഫിംഗർ റൂൾ വേണം ഫോളോ ചെയ്യാനായിട്ട്. 2 ഫിംഗേഴ്സിൽ എടുത്തിട്ട് അത് കഴുത്തിലും ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 റൂൾസ് ഉണ്ട്. 3 ഫിംഗർ റൂൾസ് ഉണ്ട്, 2 ഫിംഗർ റൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് റൂള് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഒരു ഗ്ലോ കണ്ടോ? സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലോ ആണ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ചെറിയ രീതിയിൽ ബ്ലഷോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബാക്കി സ്റ്റെപ്പും കൂടെ ചെയ്യുന്നുണ്ട്. സോ അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു BB ക്രീംസ് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. BB ക്രീംസ് നിങ്ങളുടെ കയ്യിലല്ലേ, ടിൻറ്റഡ് സൺസ്ക്രീൻ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൽഫിൻ്റെ ഈ ഒരു എന്താ പറയുക ഹാലോ ഗ്ലോ ഫിൽറ്ററാണ്. ഇത് ഞാൻ വളരെ ലൈറ്റ്, ഇതൊരു ചെറിയൊരു ലൈക്ക് ഗ്ലോ തരുന്നൊരു സംഭവമാണ്. പക്ഷേ ഇത് തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ കുറച്ച് കവറേജ് ഉള്ള സംഭവമാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത്. ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൗഡേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പൗഡേഴ്സും യൂസ് ചെയ്യുന്നില്ല. ഒരു ഫൗണ്ടേഷൻ ലൈക്ക് ഒരു ഗ്ലോ തരുന്നൊരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യണത്. ഇത് തന്നെ യൂസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്യണതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അത് വളരെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സംഭവമാണ്, അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് ഇത്ര എടുത്തിട്ടുള്ളൂ. സിമ്പിൾ, ഒരുപാടൊന്നും വേണ്ട. വെറുതെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമേ 1 2 3 ഒരു 6 ഡോട്ട് ഇട്ടു, താഴെ 6 ഡോട്ട്, മേലെ ഇവിടെ ചെന്ന്
സോ ഇത് നമുക്ക് കോളേജിലും ഈ ഒരു മേക്കപ്പ് ലുക്ക് വേണമെങ്കിൽ ചെയ്യാം. കോളേജിൽ പോകുമ്പോൾ കുറച്ചും കൂടെ കവറേജ് ഉള്ള മേക്കപ്പ് ചെയ്യാം. സോ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കവറായിട്ടില്ല, പക്ഷെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? കവറായിട്ടില്ല, ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് സ്കിന്നായിട്ട് തന്നെ തോന്നണം, എന്നാൽ ഗ്രൂംഡായിട്ടും തോന്നണം, അങ്ങനെ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ബ്രൗസാണ് ചെയ്യാൻ പോകുന്നത്. ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രോ പെൻസിലാണ് യൂസ് ചെയ്യണത്. നേരത്തെ കാണിച്ച പ്രോഡക്റ്റ് ഇതാണ്, എൽഫിൻ്റെ ഹാലോ ഗ്ലോ ഫിൽറ്റർ. ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് 3. ഓക്കെ, ബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഒരു ബ്രോ പെൻസിലാണ്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഓപ്ഷൻസ് താഴെ, ലൈക്ക് പ്രോഡക്റ്റ് ഓപ്ഷൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രോസും ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ണിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നില്ല സ്കൂൾസിൽ കാറ്റൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാനൊരു ബ്രൗൺ കാജൽ എടുക്കാനേ. ബ്രൗൺ കാജൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തു ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളേ. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു, കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തു. ഓക്കെ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി മസ്കാര. മസ്കാര വളരെ ലൈറ്റായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. കൊളോസിലിൻ്റെ മസ്കാര, വാട്ടർ പ്രൂഫ് മസ്കാരയാണിത്. ഓക്കെ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ, ലൈക്ക് നല്ലപോലെ വരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സംഭവം എന്താണ്, വാട്ടർ ടിൻ്റാണ്. ബ്ലഷാണ് സംഭവം, ടിൻ്റാണ്. ഇതാ യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് ബോഡി ഫേസ് ഷോപ്പിൻ്റെ ടിൻ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്യുക, കാര്യം ഇത് ഇട്ട് കഴിഞ്ഞാൽ അറിയും. ഓക്കെ, പിന്നെ ഒരു ഫ്ലഷ് ലൈറ്റ് ലുക്ക് കിട്ടുന്നത്, നമ്മുടെ ഇതുപോലെ തന്നെ ഒരു ലുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കഴിഞ്ഞു. കയ്യിൽ മൊത്തം ഇത്രയും കളറൊന്നും ഇവിടെ ഇല്ല, പക്ഷേ കണ്ടോ വളരെ ലൈറ്റായിട്ട്. സോ ഇതാണ് നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വിട്ടോളാം. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ ഇവർക്കൊക്കെ ഓക്കെയാണ്. കോമ്പിനേഷൻ ഓയിലി സ്കിന്നാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗഡറും കൂടെ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഓയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരുമാതിരി ആവില്ല ഫേസ്. പിന്നെ സ്കൂളിൽ മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ടുപോകാതിരിക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഫിനിഷ്ഡ് ലുക്ക് എങ്ങനെയുണ്ട് എന്ന് പറയാം.
ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു അടിപൊളി ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.